Okay, good morning, children. Welcome back to our AVS class. Okay, students, today we are going to start a new chapter. Hygiene, our strength. What is its heading? Hygiene, our strength. Chapter number 4. Hygiene means, yes, neatness, വൃത്തി. വൃത്തിയാണ് our strength, നമ്മുടെ ശക്തി. അതാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ ഈ കാലത്ത് നമുക്ക് ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണിത്, അല്ലേ? ഹൈജീൻ. എല്ലാവരും നല്ല നീറ്റായിട്ട് ഇരിക്കേണ്ട ഒരു കാലമാണ് അതല്ലേ? ഹാവ് യു ഹേർഡ് അബൌട്ട് അവർ COVID-19 കൊറോണ വൈറസ്? യെസ്, nowadays always we are hearing about that news through our mass medias and in other sources and from other sources. COVID-19 കൊറോണ വൈറസ്, isn't it? എപ്പോൾ നോക്കിയാൽ നമുക്കിത് മാത്രമേ ഉള്ളൂ, ഇതിൻ്റെ കണക്കുകൾ മാത്രമേ ഉള്ളൂ, അല്ലേ? പേടിപ്പെടുത്തുന്ന കണക്കുകളാണ്. ഇതിനെക്കുറിച്ചുള്ള അറിവുകളൊക്കെ ഇപ്പം എല്ലാവർക്കും ഉണ്ടല്ലോ, അല്ലേ? nowadays these cases are also increasing. Why it happen? Always in a day by day these cases are increasing. How it happen? Because many of the people are not interested to follow the rules of COVID-19. അതായത് പല ജനങ്ങളും, പല ആളുകളും നമ്മുടെ ഗവൺമെൻറ് പല റൂൾസും തന്നിട്ടുണ്ട്, അല്ലേ? അതൊന്നും ഫോളോ ചെയ്യണില്ല പലരും. അതുകൊണ്ടാണ് എന്തുകൊണ്ട് ഇന്ന് ഡേ ബൈ ഡേ ആയിട്ട് നമ്മുടെ ഇങ്ങനെയുള്ള കേസുകളൊക്കെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് റൂൾസ്? വാട്ട് ആർ ദാറ്റ് റൂൾസ്? മെയിൻറ്റെയിൻ സോഷ്യൽ ഡിസ്റ്റൻസസ്. പിന്നെയോ സോഷ്യൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം. പിന്നെ വിയറിങ് മാസ്ക്. പുറത്തൊക്കെ പോവുകയാണെങ്കിലും നമ്മൾ വേറെ പുറത്തുള്ള നൈബേഴ്സിനോടോ ആരോട് സംസാരിക്കുകയാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? മാസ്ക് വിയർ ചെയ്യണം. എബവ് ആൾ വി വാണ്ട് ടു മെയിൻറ്റെയിൻ ക്ലീൻനെസ്. അത് ക്ലീൻ ആയിരിക്കണം, ക്ലീൻ ആൻഡ് ടൈഡി ആയിരിക്കണം എപ്പോഴും. പുറത്ത് പോയി വന്നാൽ ആ ഡ്രസ്സൊക്കെ നമ്മൾ പുറത്ത് ഉപേക്ഷിക്കുക എന്നല്ല, ക്ലീൻ ആക്കി ഇടാൻ വേണ്ടിയിട്ട് ഒരു ഭാഗത്ത് അടച്ചു വെച്ച് കുളിച്ച ശേഷം വീടിനുള്ളിലേക്ക് കയറണം. എന്താ വെച്ചാൽ നമ്മളെ വീട്ടിൽ പല ഓൾഡായിട്ടുള്ളവരും കുട്ടികളൊക്കെ ഉണ്ടാവില്ലേ? അവർക്കൊന്നും നമ്മൾ ക്യാരിയേഴ്സായിട്ട് വന്നിട്ട് നമ്മൾ അവർക്ക് പരത്തി കൊടുക്കരുത്. അപ്പം അതിനെന്ത് ചെയ്യണം? നമ്മൾ സ്വയം ശ്രദ്ധിക്കുക. എവിടുന്നാണ് ഇത് നമ്മുടെ മേൽ കൂടുന്നതെന്ന് നമുക്കറിയില്ല, അല്ലേ? അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമ്മൾ നല്ലപോലെ കെയർ ചെയ്യുക. മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് മെയിനായിട്ട് എന്താണ്? നമ്മളെ ഹൈജീൻ. അതാണ് ഞാൻ പറഞ്ഞത്, ഈ ചാപ്റ്റർ നമുക്കിപ്പം ഭയങ്കരമായിട്ട് റെലവൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെ ഹൗ ഈസ് ഇറ്റ് പോസിബിൾ? എങ്ങനെയാണ് നമ്മൾ ക്ലീനും ടൈഡി ആയിട്ടൊക്കെ ഇരിക്കുക? ആൾവേസ് വാഷ് യുവർ ഹാൻഡ്സ് ആൻഡ് ടേക്ക് ബാത്ത് ആഫ്റ്റർ കമ്മിങ് ഫ്രം ഔട്ട്സൈഡ്. ഇഫ് യു ഒബേ ദീസ് റൂൾസ്, നമ്മൾ എപ്പോഴും ഈ റൂൾസൊക്കെ ഒബേ ചെയ്താൽ എന്താണ്? വി ക്യാൻ പ്രിവെൻറ്റ് ദീസ് ടൈപ്സ് ഓഫ് ഡിസീസസ്. ഇത് മാത്രമല്ല, COVID-19 മാത്രമല്ല, പല അസുഖങ്ങളും നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പം ഇന്ന് നമുക്ക് എന്താണ്? വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് ഹൈജീൻ. ഹൈജീനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ലുക്ക് അറ്റ് ദാറ്റ് പിക്ചർ. എന്തൊക്കെയാണ് അവിടെ? നോക്കിയേ, ആ പിക്ചർക്കൊന്ന് നോക്കിയേ. ഹിയർ ഗിവ് വൺ പിക്ചർ. കണ്ടോ ടെക്സ്റ്റ് ബുക്കിൽ? യെസ്, ദർ സ്റ്റാൻഡ് സം ക്രീച്ചേഴ്സ് ആൾസോ. ഈ പിക്ചർ കണ്ടാൽ അറിയാം നല്ല ക്ലീൻ ആൻഡ് ടൈഡി ആയിട്ടുള്ള ഒരു പ്ലേസാണ് അതല്ലേ? അവിടെ ഇപ്പം നമുക്ക് നോക്കുമ്പോൾ ഈ പിക്ചറിലുള്ള എന്താണ്? നല്ല വീടുകൾ, നല്ല ഹൗസസ്, പിന്നെ വെള്ളമൊക്കെ നല്ല നെറ്റൊക്കെ കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ പരിസരമൊക്കെ എന്താണ്? നല്ല ടൈഡി, ക്ലീൻ ആൻഡ് ടൈഡിയാണ്. അപ്പോൾ അവിടെ ആരൊക്കെയാണ് നിൽക്കണം നോക്കിയേ? ദ സ്റ്റാൻഡ് സം ക്രീച്ചേഴ്സ്. അവരെന്തോ കോൺവെർസേഷൻ നടത്തിക്കൊണ്ടിരിക്കുക, എന്തോ സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്താ നോക്കിയേ? ഹായ് അങ്കിൾ റാറ്റ്, വേർ ആർ യു ഗോയിങ്? അപ്പോൾ ഇപ്പുറത്ത് നിൽക്കുന്ന അങ്കിളാണ്. അങ്കിള് ഏത് വിഭാഗമാണ്? നമ്മളെ റാറ്റ്. ആരാണ്? എലി. അങ്കിൾ റാറ്റേ, നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? അപ്പോൾ റാറ്റ് എന്താ പറഞ്ഞത്?
ഐ ആം ലീവിങ് ദ കൺട്രി ഡിയർ മോസ്കിറ്റോ. അപ്പുറത്ത് നിൽക്കുന്നത് ആരാണ്? മോസ്കിറ്റോസാണ്, കൊതുകുകളാണ്. ഞാൻ ഈ സ്ഥലം ഞാൻ ഉപേക്ഷിക്കാൻ പോവുകയാണ്. കൺട്രി എന്ന് പറയുന്നത് ഞാൻ ഈ രാജ്യം തന്നെ ഉപേക്ഷിക്കാൻ പോവുകയാണ്. അപ്പം മോസ്കിറ്റോസ് ചോദിച്ചു, വാട്ട് ഹാപ്പൻഡ്? എന്തേ ഇപ്പോൾ പോവാൻ കാരണം? ഇതൊക്കെ ഒരുടെ സ്ഥലമാണല്ലേ. അപ്പോൾ എന്തേ ഇപ്പോൾ ഇവിടുന്ന് പോവാൻ കാരണം? ഹൗ ക്യാൻ പീപ്പിൾ ലൈക്ക് അസ് ലീവ് ഇൻ ദിസ് ക്ലീൻ ലാൻഡ്? ഐ കാൺട്ട് ലീവ് സ്റ്റാർവിങ് ലൈക്ക് ദിസ്. അപ്പം എന്താ പറഞ്ഞത്? നമ്മളെപ്പോലുള്ള ജീവികൾക്ക് എങ്ങനെ ഇവിടെ ജീവിക്കാൻ കഴിയുക ചോദിക്കണ്. ഹൗ ക്യാൻ പീപ്പിൾ ലൈക്ക് അസ്, നമ്മളെപ്പോലുള്ള ജീവികൾക്ക് എന്ന് ഉദ്ദേശിച്ചത് ആരൊക്കെയാണ്? റാറ്റ്, മോസ്കിറ്റോസ് പോലുള്ള ജീവികൾക്ക് എങ്ങനെയാണ് ഈ ലാൻഡിൽ ജീവിക്കാൻ കഴിയുക? ഐ കാൺട്ട് ലീവ് സ്റ്റാർവിങ് ലൈക്ക് ദിസ്, എനിക്ക് ഇതുപോലെ പട്ടിണി കിടന്ന് ജീവിക്കാൻ വയ്യ. ആരാ പറഞ്ഞത്? നമ്മളെ റാറ്റ്. അപ്പോൾ എന്താണ് കാരണം? വാട്ട് ഈസ് ദ റീസൺ ബിഹൈൻഡ് ഇറ്റ്? നോക്കിയേ, യു ആർ റൈറ്റ്. ദർ ഈസ് നോട്ട് എ സിംഗിൾ ഡ്രോപ്പ് ഓഫ് വാട്ടർ ലൈങ് എനിവെയർ ടു ലേ മൈ എഗ്സ്. ആരാ പറഞ്ഞേ? മോസ്കിറ്റോ പറഞ്ഞു. ശരിയാണ്, എലിയമ്മ പറഞ്ഞത് എന്താണ്? ശരിയാണ്. ദർ ഈസ് നോട്ട് എ സിംഗിൾ ഡ്രോപ്പ് ഓഫ് വാട്ടർ ലൈങ് എനിവെയർ ഇൻ ടു ലേ മൈ എഗ്സ്. അതായത് എനിക്ക് മുട്ടയിട്ട് വളരാൻ എവിടെ ഒരു ഡ്രോപ്പ് വാട്ടർ ഇവിടെ എവിടെയും കാണാനില്ല. അതായത് ഇവരെവിടെയാണ് മുട്ടയിടുക? യെസ്, ദീസ് മോസ്കിറ്റോസ് ലേ ദെയർ എഗ്സ് ബിക്കോസ് ദേ വാണ്ട് ഡേർട്ടി പ്ലേസസ്, garbages, dirty sewages and dirty drainages. Then only they can increase. But there they can't see a drop of water lying here and there. മനസ്സിലായോ? എവിടെയാണ് ഇവർ എഗ്ഗ് ഇടാറ്? അതായത് ഡേർട്ടി ആയിട്ടുള്ള ഗാർബേജുകൾ, സീവേജുകൾ, അതുപോലെ തന്നെ ഡ്രെയിനേജുകളൊക്കെ ഉണ്ടാവില്ലേ? ഗാർബേജ്, സീവേജ്, ഡ്രെയിനേജ് അവിടെയും ഇവിടെയും ഓരോന്ന് കൂട്ടിയിടൂലേ? വേസ്റ്റൊക്കെ കൂട്ടിയിട്ടിട്ട് ചീഞ്ഞളിഞ്ഞ സ്ഥലങ്ങൾ വേണം, അതല്ലെങ്കിൽ അഴുക്ക് ചാലുകൾ വേണം. അങ്ങനെയുള്ള സ്ഥലങ്ങൾ, അതായത് വെള്ളമൊക്കെ കെട്ടി നിന്നിട്ട് അതിലൊക്കെയാണ് നമ്മുടെ ഈ കൊതുകുകൾ പെരുകുക അല്ലേ? അപ്പോൾ നമ്മൾ ഈ കൊതുകുകൾക്ക് അവിടെയും ഇവിടെയും കെട്ടിട്ട് കിടക്കണ ഒരു വാട്ടർ ഈ ഭാഗത്ത് കാണില്ല. അതാ അവർ പറയണത്, ദേ കാൺട്ട് സീ എ ഡ്രോപ്പ് ഓഫ് വാട്ടർ ലൈങ് ഹിയർ ആൻഡ് ദർ. അവിടെ ഇവിടെ ഇന്ന് ഒരു ഡ്രോപ്പ് ഓഫ് വാട്ടർ പോലും കാണാനില്ല. എന്താണ്? ദെൻ ഓൺലി ദേ ക്യാൻ ഇൻക്രീസ്. അതായത് ഈ മുട്ട ഇട്ടിട്ട് വേണം അടുത്ത കൊതുക് വർഗ്ഗങ്ങൾ ഉണ്ടാവാനല്ലേ? അതാണ് അവർ പറയണത്. മൈ സിറ്റുവേഷൻ ഈസ് ഈക്വലി മിസറബിൾ. ഐ ആം ഓൾസോ കമ്മിങ്. അടുത്ത ആള് എന്താ പറയണത്? മൈ സിറ്റുവേഷൻ ഈസ് ഈക്വലി മിസറബിൾ. എൻ്റെ കഷ്ടപ്പാട് നിങ്ങളുടെ അതേപോലെ തന്നെയാണ്. മിസറബിൾ കണ്ടീഷനിലാണ് ഞാനും ഇരിക്കുന്നത്. ഐ ആം ഓൾസോ കമ്മിങ്. ഞാനും വരാം നിങ്ങളുടെ കൂടെ. മണി ആൻഡ് ഫ്ലൈ ജോയിൻ ദം ടു. ആരാണ് മണി ആൻഡ് ഫ്ലൈ? ഫ്ലൈ ആരാ? നമ്മുടെ ഈച്ച. അപ്പോൾ ഈച്ചയും പറഞ്ഞു എന്താണ്? ഞാൻ നിങ്ങളെ കൂടെ വരാം. എൻ്റെ അവസ്ഥ എന്താണെന്ന് നമ്മളെ ഈച്ചക്കും വേണം ഈ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ അല്ലേ? വൃത്തിയില്ലാത്ത സ്ഥലങ്ങളൊക്കെയാണ് അവർക്കും ആവശ്യമുള്ളത്. അപ്പോൾ ഈ സ്ഥലം നമുക്ക് മനസ്സിലായി അത്രയും നീറ്റ് ആൻഡ് ടൈഡി ആയിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ ഇവർക്ക് ഇങ്ങനത്തെ സ്ഥലം പറ്റില്ല. അപ്പോൾ ഇവരെന്ത് ചെയ്യാൻ പോവുകയാണ്? ഈ ഭാഗം ഉപേക്ഷിക്കാൻ പോവുകയാണ്. ഈ തേടി പോവുകയാണ് അവർ. അങ്ങനത്തെ നല്ല വല്ല സ്ഥലമുണ്ടോ, അവർക്ക് പറ്റിയ സ്ഥലമുണ്ടോ എന്നുള്ളത് സെർച്ച് ചെയ്ത് അങ്ങനെ പോവുകയാണ്. മനസ്സിലായല്ലോ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഇതിൽ അടുത്ത ഭാഗം എടുക്കാം.